ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു BL മൂവിയാണ്. മൂവിയുടെ സ്റ്റാർട്ടിങ് തന്നെ കാണിക്കുന്നത് നമ്മുടെ ഒരു ഹീറോനാണ്. ഇവൻ്റെ പേരാണ് ലിന്നാണെങ്കിൽ ഒരു പെയിൻറ്റിങ് വരയ്ക്കാണ്. അങ്ങനെ അവൻ ചിത്രം വരച്ച് കംപ്ലീറ്റ് ആവേണ്ട ഒരു ഫോക്സിൻ്റെ ബണ്ണാണ് വരയ്ക്കുന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ BL ഡ്രാമ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും വേണം. അങ്ങനെ നമ്മുടെ ലിന്നാണെങ്കിൽ ആ പിക്ചർ ഫിനിഷ് ചെയ്യേണ്ട ആ ടൈമിലാണെങ്കിൽ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ലിന്നിൻ്റെ വിൻഡോയുടെ അവിടെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ പുറത്ത് വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അതായത് ശബ്ദം കേട്ട പ്ലേസിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നോക്കുന്ന സമയത്ത് അവിടെ ഒരു ഫോക്സ്, അതായത് നമ്മുടെ ലിന്ന് വരച്ച ഫോക്സ് ഉണ്ടല്ലോ, അതേപോലെ സെയിം തന്നെ ഒരു ഫോക്സിനെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ട് ഇവനൊന്ന് ഷോക്കാവുന്നുണ്ട്. പിന്നെ നമ്മുടെ ലിന്നിനാണെങ്കിൽ ഇങ്ങനെ ആനിമൽസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മുടെ ലിന്നാണെങ്കിൽ ആ ഓൾറെഡി ഫോക്സ് മഴ നനഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് ഇവനാണെങ്കിൽ ടവലൊക്കെ എടുത്തിട്ട് ആ മഴത്തുള്ളിലൊക്കെ ഒപ്പിയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫോക്സിനാണെങ്കിൽ നല്ല രീതിയിലൊക്കെ ഒന്ന് കുളിപ്പിച്ച് ഉണക്കിയെടുത്ത് നമ്മുടെ ലിന്നാണെങ്കിൽ സേഫായിട്ട് അവനൊരു ബെഡൊക്കെ തയ്യാറാക്കിയിട്ട് അതിലാണെങ്കിൽ കൊണ്ട് കെടുത്തുണ്ട് കേട്ടോ. അപ്പോൾ ഫോക്സ് ആണെങ്കിൽ നല്ല കയറിങ് കിട്ടിയ കാരണം തന്നെ ഫോക്സ് നല്ല രീതിയിൽ അവിടെ ആ ബെഡിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. നമ്മുടെ ലിന്നാണെങ്കിൽ അവനെ ഡ്യൂട്ടി ചെയ്യാണ്. അങ്ങനെ അവൻ അവിടെ ഇരുന്ന് ചിത്രം വരയ്ക്കുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ആണ് കാണിക്കുന്നത്. നെക്സ്റ്റ് മോർണിംഗ് ടൈമിലാണെങ്കിൽ നമ്മുടെ ലിന്നു വന്ന് നോക്കുന്ന സമയത്ത് ഫോക്സിൻ്റെ പ്ലേസിൽ ഒരു ഹ്യൂമണെ കാണാണ്. അപ്പോൾ ഇത് കണ്ട് ലിന്നൊന്ന് ഷോക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ പേരാണ് ബായി കേട്ടോ, നമ്മുടെ ഫോക്സ് ആണ്. അപ്പോൾ ഈ ഫോക്സ് ആണെങ്കിൽ അവൻ ഹ്യൂമൻ ഫോമിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ലിന്നു ചോദിക്കുന്നുണ്ട്, നീയല്ല നൈറ്റ് വന്ന ഫോക്സും ചോദിക്കുമ്പോൾ നമ്മുടെ ബായി പറയുന്നുണ്ട് അതേ ഞാൻ തന്നെയാണെന്ന് പറയുന്നുണ്ട്. ബായി പറയുന്നുണ്ട് സോറി ഞാൻ നിൻ്റെ ഡ്രസ്സ് യൂസ് ചെയ്തെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ലിന്നിനൊന്നും പറയാൻ പറ്റില്ല, കാരണം അവനാണെങ്കിൽ ആകെ ഷോക്ക് അടിച്ചു. കാരണം അവൻ കണ്ടത് ഫോക്സ് ആണ്, ഇപ്പോൾ അവനാണെങ്കിൽ ഹ്യൂമൻ ഫോമിലേക്ക് മാറിയിട്ടുണ്ടല്ലോ. പിന്നീട് നമ്മുടെ ലിന്നാണെങ്കിൽ കുറച്ച് നേരം നമ്മുടെ ബായിനാണെങ്കിൽ സൂക്ഷിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ ഫോക്സ്, അതായത് നമ്മുടെ ബായിക്കാണെങ്കിൽ നമ്മുടെ ലിന്നാണെങ്കിൽ കുക്ക് ചെയ്തിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫുഡാണെങ്കിൽ ഇവൻ സ്മെൽ ചെയ്ത് നോക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ ഈ ഫുഡൊക്കെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അങ്ങനെ ആ ഫുഡൊക്കെ അവിടുത്തെ കഴിക്കുന്നുണ്ട്, അവന് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. പിന്നീട് നെക്സ്റ്റ് കാണിക്കുന്നത് നമ്മുടെ ലിന്നാണ്. അവനാണെങ്കിൽ അവൻ്റെ പെയിൻറ്റിങ് ഡ്രോയിങ്സൊക്കെ വരയ്ക്കാണ്. ഈ സമയത്ത് നമ്മുടെ ബായി പറഞ്ഞ് നിന്നെ ഡിസ്റ്റർബ് ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ആണെങ്കിൽ ഇരിക്കുന്നുണ്ട്. ദെൻ അതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ ലിന്നാണെങ്കിൽ മിൽക്ക് ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഈ മിൽക്കാണെങ്കിൽ നമ്മുടെ ബായിക്ക് കൊടുക്കുന്ന സമയത്ത് കൈയൊന്ന് ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ ബായി ആണെങ്കിൽ പേടിച്ച് പോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലിന്നി ചോദിക്കുന്നുണ്ട് എന്താ ചൂടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സമയത്ത് നമ്മുടെ ബായി പറയുന്നുണ്ട് ചൂടല്ല, നീ ഇങ്ങനെ ടച്ച് ചെയ്തില്ലേന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ബായി ആണെങ്കിൽ ലിന്നിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലിന്നിനാണെങ്കിൽ ബായിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ലിന്ന് എന്തൊക്കെ ചെയ്യണം അവിടെയൊക്കെ നമ്മുടെ ഫോക്സ്, അതായത് നമ്മുടെ ബായി ഉണ്ടായിരിക്കും. വാഷ്റൂമിൽ വെച്ചിട്ട് നമ്മുടെ ലിന്ന് യൂസ് ചെയ്ത ടവലാണെങ്കിൽ നമ്മുടെ ബായി സ്മെൽ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ലിന്ന് വരുന്ന സമയത്ത് ഇവൻ പേടിക്കുന്നുണ്ട്. എന്നിട്ട് ലിന്ന് പറയുന്നത് നീ ടവൽ യൂസ് ചെയ്യേണ്ട, ഒരാൾ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവൻ നെക്സ്റ്റ് വേറൊരു ടവൽ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ലിന്നാണെങ്കിൽ അവൻ വർക്കൊക്കെ കഴിഞ്ഞ് ടയർഡായിട്ട് കിടന്നുറങ്ങുന്ന ടൈമിൽ നമ്മുടെ ബായി ആണെങ്കിൽ അവന് നല്ല രീതിയിലൊക്കെ കെയർ ചെയ്തിട്ട് അവനൊന്ന് ടച്ച് ചെയ്ത് നോക്കിയിട്ട് അവന് പുതപ്പിച്ച് കൊടുത്ത് നീറ്റായിട്ട് അവിടെ കിടത്തുന്നുണ്ട് കേട്ടോ. ടവലിൻ്റെ ഒപ്പം തന്നെ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നീട് അതിന് ശേഷം നമ്മുടെ ലിന്നും ബായും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ബായ്ക്ക് ലിന്നോട് എന്തോ പറയാനുണ്ട് കേട്ടോ. വേറൊന്നല്ല, നമ്മുടെ ഈ ലിന്നിൻ്റെ സ്മെല്ലാണെങ്കിൽ ബായ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇവൻ്റെ അടുത്ത് ക്ലോസ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കാണിക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ ലിന്നാണെങ്കിൽ ബായിനെ അന്വേഷിക്കുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലിന്നാണെങ്കിൽ അവൻ്റെ വർക്ക് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ബായി ഇവൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇവനിങ്ങനെ നോക്കിയിരിക്കും. അതൊക്കെ നമ്മുടെ ലിന്നും കാണുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ലിന്ന് ലൈറ്റായിട്ടൊക്കെ സ്മൈൽ ചെയ്യുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞൊരു ശബ്ദം കേൾക്കുന്ന പ്ലേസിലേക്ക് ലിന്ന് പോകുന്നുണ്ട്. ഇത് വേറൊന്നല്ല, നമ്മുടെ ലിന്നിൻ്റെ ഡ്രസ്സുകളാണെങ്കിൽ ബായൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ആ ഡ്രസ്സിന് വേറെ ഒന്നും കൊണ്ടല്ല അവൻ സോറി ചോദിക്കുന്നുണ്ട്. ആ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയാണ് നമ്മുടെ ലിന്നിന് കേട്ടോ. എന്നിട്ട് ഇവനാണെങ്കിൽ അവൻ്റെ ഡ്രസ്സ് എടുത്ത് ഇങ്ങനെ പൊതിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ലിന്നി ചോദിക്കുന്നുണ്ട് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ബായി പറയുന്നുണ്ട് ഇവൻ ഓൾറെഡി ഇഞ്ചുർഡ് ആയിട്ടാണ് ഇവിടെ വന്നേക്കണത്. അപ്പോൾ ഇവനാണെങ്കിൽ ഈ ക്ലൈമറ്റ് സെറ്റ് ആവില്ല. എന്നിട്ട് ഇവനാണെങ്കിൽ കരയുന്നുണ്ട് കേട്ടോ. എനിക്കെന്തോ ഈ സ്മെല്ല് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോഴേക്കും പറഞ്ഞ് തീർന്നേക്കണമെന്ന് മുന്നേ നമ്മുടെ ബായി ആണെങ്കിൽ ഫോക്സിലേക്ക് പോകാറുണ്ട് കേട്ടോ. ഫോക്സിൻ്റെ രൂപത്തിലേക്ക് പോകുന്നുണ്ട്. ലിന്നിനെ പിടിച്ച് കടിക്കുന്നുണ്ട്. അപ്പോൾ ലിന്ന് ഇത് കാണുമ്പോൾ പാവമായിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ ലിന്നാണെങ്കിൽ ഇവന് നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഫോക്സ് കുഞ്ഞിനെ. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് എനിക്കുന്ന ടൈമിൽ വീണ്ടും നമ്മുടെ ഫോക്സ്, അതായത് ബായി ആണെങ്കിൽ ഹ്യൂമൻ ഫോമിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ചാണ് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കിടക്കുന്ന കാണുന്ന സമയത്ത് ഇവനെന്തോ ഓപ്പോട് ഫീൽ ആവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലിന്നാണെങ്കിൽ അവൻ്റെ വർക്കൊക്കെ ചെയ്യാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ബായി പിറകിക്കൂടെ വന്നിട്ട് ഇവനെ ഹഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ ഇവൻ എന്തോ ഫീലിങ്സ് ഒക്കെ തോന്നി കഴിഞ്ഞിട്ട് നമ്മുടെ ബായും അതുപോലെ ലിന്നും തമ്മിൽ ലൈറ്റായിട്ട് കിസ് ചെയ്യണം. അങ്ങനെ കുറച്ച് റൊമാൻറ്റിക് സീൻസൊക്കെയാണ് കാണിക്കുന്നത്. പിന്നീട് നമ്മുടെ ലിന്നിരിക്കുന്ന പ്ലേസിൽ തന്നെ നമ്മുടെ ബായും വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ടൈമിലാണെങ്കിൽ കോണിമ്പെല്ലാം അടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലിന്നാണെങ്കിൽ വന്ന് ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഫ്രണ്ടാണെങ്കിൽ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ ബായിക്ക് വലിയ ഇഷ്ടമൊന്നും ആവണില്ല. അങ്ങനെ ഈ ഫ്രണ്ട് വന്ന്
പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ലിനിൻ്റെ അടുത്ത് നല്ല രീതിയിലൊക്കെ സംസാരിക്കാനായിട്ട് പറയാണ്. കുറേ കാലങ്ങൾക്ക് ശേഷം നിന്നെ കണ്ടതെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കേണ്ടത്, എങ്ങനെയാണോ നിൻ്റെ വൈഫിൻ്റെ അടുത്ത് പെരുമാറേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് ഇവൻ്റെ അടുത്ത് സംസാരിക്കേണ്ടിട്ടാ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ലിന്നും പറയേണ്ടത് നീ ഒന്ന് നിർത്തോ, അതായത് ഇങ്ങനെ നോൺസെൻസ് പറയണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ബായിക്കാണെങ്കിൽ നല്ല ദേഷ്യം വരണ്ട. അവനെ കണ്ണ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് അത് അങ്ങ് ജലസ് ഫീൽ ചെയ്തു. നമ്മുടെ ലിനിൻ്റെ അടുത്ത് ക്ലോസ് ആയിട്ട് സംസാരിക്കല്ലോ ഈ ഫ്രണ്ട്. എന്നിട്ട് ഈ ഫ്രണ്ടാണെങ്കിൽ നമ്മുടെ ബായിയുടെ അടുത്ത് സംസാരിക്കേണ്ടിട്ടാ. അപ്പോൾ ഇതേ ടൈമിൽ തന്നെ നമ്മുടെ ബായ് വന്നിട്ട് പറയുകയാണ് ഇത് നിൻ്റെ വീടല്ല എന്ന് പറഞ്ഞിട്ട് ഈ ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ഫ്രണ്ടാണെങ്കിൽ ആകെ പേടിച്ച് വിറച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ ഇവനാണെങ്കിൽ ഇവൻ്റെ അടുത്ത് ക്ലോസ് ആയിട്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ബായിക്കാണെങ്കിൽ ഉണ്ടല്ലോ ഈ ക്ലൈമറ്റ് അവന് സെറ്റ് ആവണില്ല. ഇവനാണെങ്കിൽ ഇങ്ങനെ ആകെ വിറങ്ങലിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ലിന്നി ചോദിക്കേണ്ടത് നിനക്ക് എന്ത് പറ്റും ചോദിക്കുമ്പോൾ ഇവൻ പറയുന്നുണ്ട് അത് ആരാന്ന് ചോദിക്കുന്നുണ്ടാ വന്നത്. അപ്പോൾ ഈ സമയത്ത് ഇവൻ പറയുന്നുണ്ട് അതിൻ്റെ ഒരു ഫ്രണ്ടാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബായി പറയുന്നുണ്ട് ഫ്രണ്ട് മാത്രമാണെന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയും, പക്ഷെ നീ എനിക്ക് സ്പെഷ്യലാന്ന് പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലിന്നാണെങ്കിൽ പുറത്തേക്ക് വരുന്ന സമയത്ത് അവിടെ ഒരു മനുഷ്യനെ കാണുന്നുണ്ട്. മനുഷ്യനല്ല, ഇവനും ആക്ച്വലി ഫോക്സ് ആണ് കേട്ടോ. നമ്മുടെ ബായിയുടെ ആ ഒരു ഫോമിൽ നിന്ന് വന്നേക്കുന്നതാണ്. എന്നിട്ട് ഇവനാണെങ്കിൽ എന്തോ സംസാരിക്കുന്നത് നമ്മുടെ ലീനിൻ്റെ അടുത്ത് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ബായി ആണെങ്കിൽ ഇവന് വേണ്ടി കുക്ക് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷെ അതൊന്നും ശരിയാവില്ല. എന്നിട്ട് ഇവനോട് വന്നിട്ട് പറയുന്നുണ്ട് ഞാനിന്ന് ഒരാളെ കണ്ടു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അയാളുടെ പേരും പറയുന്നുണ്ട് കേട്ടോ. അവൻ്റെ പേരെന്ന് പറഞ്ഞ ജിന്നാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ഇവനൊന്ന് പേടിച്ച് വരയ്ക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ജിന്ന് വേറെ ഒന്നിനല്ല, നമ്മുടെ ബായിനെ കൊണ്ടുപോകാനാണ് വന്നേക്കണത്. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഇവൻ പറയുന്നത് ഞാൻ പോവില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ ഇവൻ വന്നിട്ട് പറയുന്നുണ്ട് എന്നെ വിട്ടു കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ലിനിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ലിന്നിനെ എന്തോ പോലെയൊക്കെ അവിടെ അവന് ചെറുതായിട്ട് വിഷമൊക്കെ ഫീൽ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ലിന്നും പറയുന്നുണ്ട് ഇല്ല നിന്നെ ആരും ഇവിടുന്ന് കൊണ്ടുപോകില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ ലിന്നും ബായി ഇങ്ങനെ സംസാരിക്കുന്ന ടൈമിൽ തന്നെ ഉണ്ടല്ലോ കറക്റ്റ് നമ്മുടെ ആ ബായിയുടെ ഫോമിൽ നിന്ന് വന്ന ആ അയാളുണ്ടല്ലോ ജിന്ന്, അവൻ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ ജിന്ന് വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഇവരുടെ അടുത്ത് വന്നിട്ട് സംസാരിക്കുകയാണ്. അതായത് വേറെ ഒന്നല്ല നിന്നെ ഞാൻ കൊണ്ടുപോകുന്നു പറയാൻ കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ബായിക്കാണെങ്കിൽ നല്ല രീതിയിൽ വിഷമം അതുപോലെ പേടിയൊക്കെ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവൻ പറയാണ് നിനക്ക് എന്തായാലും ഈ ഒരു വീട്ടിൽ താമസിക്കാൻ പറ്റില്ല, അതിൻ്റെ ക്ലൈമറ്റ് നിനക്ക് സെറ്റാലോ, ഓൾറെഡി തന്നെ നീ ഇഞ്ചൂർഡാണ്, ഇനി നീ ഓരോ നിമിഷം നിൽക്കും തോറും നിൻ്റെ ഡെത്ത് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. പിന്നെ നിന്നെ കൊണ്ടുപോയി എനിക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ വെല്ലുവിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ലിന്നിനെ എന്തോ അപായപ്പെടുത്തി നോക്കുന്ന സമയത്ത് നമ്മുടെ ബായാണെങ്കിൽ ഇടയിൽ കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവൻ പറയുന്നുണ്ട് എന്തായാലും ഞാൻ നിന്നെ കൊണ്ടുപോകുന്നു പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ബായിക്ക് ചെറുതായിട്ട് ഇഞ്ചുറി ഒക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ജിന്ന് പറയുന്നുണ്ട് നിങ്ങൾ ഇവിടുന്ന് പോകുന്നു പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ പോലീസിനെ കോൾ ചെയ്യുന്നു പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ജിന്ന് പറയുന്നുണ്ട് പോലീസിനെ കോൾ ചെയ്യാനോ, പോലീസ് എത്തനേക്കാളും മുന്നേ ഞാൻ ഇവിടുന്ന് പോകുന്നു പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇവൻ ഓൾറെഡി ഫോക്സ് ആണല്ലോ, അപ്പോൾ ഇവന് തന്നെ നല്ല പവേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയുകയാണ് എൻ്റെ അടുത്ത് വെറുതെ വായിച്ച് ജയിക്കാൻ നോക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ വാക്തർക്കാവുന്നുണ്ട്. അതിനുശേഷം നൈറ്റ് വരുന്ന സമയത്ത് നമ്മുടെ ബായിക്ക് ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ബായി പറയാണ് എനിക്ക് ഇവിടുന്ന് പോകാൻ താല്പര്യമില്ല, ഞാൻ നിന്നെ വിട്ടു പോകില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവനെ ഹഗ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ചെറിയൊരു റൊമാൻസ് കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ടൈമൊക്കെയാണ് കാണിക്കുന്നത്. ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ബായി ഉണ്ടല്ലോ ഇവന് വേണ്ടി കുക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് വേഗം ഇവനേക്കാളും മുന്നേ എണീറ്റിട്ട് ബുൾസയൊക്കെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. പക്ഷെ അതൊന്നും ശരിയാവില്ല. അതുപോലെ തന്നെ അവന് ഉണ്ടാക്കണ കുക്കിങ്ങൊക്കെ ഭയങ്കരമായിട്ട് കരിഞ്ഞൊക്കെ പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ബായി തന്നെ അവനെ തന്നെ വെറുതെ പറയാണ് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ ഇതൊക്കെ നമ്മുടെ ലിന്നെ കേട്ട് കഴിഞ്ഞിട്ട് ചിരിക്കണം. എന്നിട്ട് ചോദിക്കണം ഇങ്ങനെയല്ല കുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ബായിക്ക് ഓരോന്നും പഠിപ്പിച്ച് കൊടുക്കേണ്ടത്. അതായത് ബുൾസ് ഇങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലിന്നാണെങ്കിൽ നല്ല രീതിയിൽ ബുൾസയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മുടെ ബായിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് ഇവനൊക്കെ ഭയങ്കരമായിട്ട് ഹാപ്പിക്ക് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ബായി ആണെങ്കിൽ നമ്മുടെ ലിനിന് ചെറുതായിട്ട് കിസ് കൊടുക്കണം. അപ്പോൾ ചോദിക്കണേ നീ ഇപ്പം തന്നെ കിസ് ചെയ്യാൻ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അല്ല ഞാൻ ഡ്രാമയിലൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്, അതായത് നമ്മൾക്ക് ഒരാൾ ഒരു സാധനം തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കിസ്സൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കണ സമയത്ത് നമ്മുടെ ലിനിന് ലൈറ്റായിട്ടൊക്കെ ചിരി വരുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലിനിൻ്റെ കോൾ വരണം, അവൻ്റെ ഒരു ഫ്രണ്ടാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് കോളവൻ നല്ല രീതിയിൽ ഇങ്ങനെ ചിരിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ ബായി കാണുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കോളാണെങ്കിൽ നമ്മുടെ ലിന് കട്ടാക്കേണ്ട. ആ സമയത്ത് കറക്റ്റ് നമ്മുടെ ബായി വന്നിട്ട് ചോദിക്കുകയാണ് ആരാണ് കോളിലും ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നീ നന്നായിട്ട് ചിരിക്കണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സത്യം പറയാന്ന് പറയുമ്പോൾ ഈ സമയത്ത് നമ്മുടെ ലിന്ന് പറയേണ്ടത് അതെൻ്റെ ഒരു ഫ്രണ്ടാന്ന് പറയുന്നുണ്ട്, ക്ലാസ്മേറ്റ്സ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ എന്തെങ്ങനെ സംസാരിക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. എന്താ എനിക്ക് ജലസ് ഫീലായോ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ ലിന്നാണെങ്കിൽ ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ബായി പറയാണ് എനിക്ക് ജലസി ഫീലായി എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ് നീ പേടിക്കേണ്ട, നിൻ്റെ പ്ലേസ് ഒന്നും റീപ്ലേസ് ആവില്ല എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ബായി കറിഞ്ഞിട്ട് പറയാണ് നീ ഒരു നല്ല മനുഷ്യനാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. കാരണം അതുകൊണ്ടാണ് നമ്മുടെ ബായിക്ക് ഇങ്ങനെ ഒരു പ്ലേസ് ഒക്കെ കൊടുത്തത് ഇവൻ. അപ്പം അങ്ങനെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഇവൻ വന്നിട്ട് ഹഗ് ചെയ്യണ്ടായി സമയത്ത് നമ്മുടെ ലിന്നിനും എന്തൊക്കെയോ വിഷമം പോലെയൊക്കെ ആവുന്നുണ്ട്, ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂമെൻറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ ബായിക്കാണെങ്കിൽ നമ്മുടെ ഇവനെ വിട്ട് പോകാൻ താല്പര്യമില്ലാതാണ് അവൻ ഇവിടെ നിൽക്കണത് കേട്ടോ. പിന്നീട് അതിന് ശേഷം നൈറ്റാണ് കാണിക്കുന്നത്. നൈറ്റ് ടൈമിലാണെങ്കിൽ
നമ്മുടെ ലിന്ന് വരുന്ന ടൈമിൽ ഇവൻ വീണ്ടും ഫോക്സിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ ലിന്നാണെങ്കിൽ ഇവൻ്റെ അടുത്ത് ഒന്ന് സംസാരിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ നമ്മുടെ ബായി ആണെങ്കിൽ ഉണ്ടല്ലോ അവൻ ഫോക്സ് രൂപത്തിലാണല്ലോ. അപ്പോൾ നമ്മുടെ ലിന്നിനെ കാണണമെന്ന് വെച്ചിട്ട് ഇവൻ എന്തോ ഷൈ ടൈപ്പായിട്ട് നമ്മുടെ ലിന്ന് വന്നിട്ട് ഇവനെ ടച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് നമ്മുടെ ബായി ആണെങ്കിൽ വേഗം പുതപ്പിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇവനെ ലൈറ്റായിട്ടും ക്യൂട്ടായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ നോട്ടം കാണുന്ന സമയത്ത് നമ്മുടെ ലിന്നിനാണെങ്കിൽ ചിരി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ് നിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള നോട്ടം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇവനും ഇവൻ്റെ ഒപ്പം കിടക്കുകയാണ്. നെക്സ്റ്റ് മോർണിംഗ് ടൈമിലാണെങ്കിൽ വേഗം എണീറ്റ് നോക്കുന്ന സമയത്ത് നമ്മുടെ ജിന്നാണെങ്കിൽ ഇവന് വേണ്ടിയിട്ട് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യണം. ആ സമയത്ത് വീണ്ടും വന്നിട്ട് ഇവ സ്മെല്ല് ചെയ്യാനുണ്ട്. അപ്പോൾ ചോദിക്കണം എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും അല്ല നിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് സംസാരിക്കേണ്ടി കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഇവൻ വന്ന ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കാൻ നമ്മുടെ ജിന്ന് വന്നിട്ടുണ്ടായിരിക്കും. ജിന്ന് വന്നു കഴിഞ്ഞിട്ട് ഇവരുടെ അടുത്ത് സംസാരിക്കേണ്ടായിരിക്കും. അതായത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇവൻ്റെ അടുത്ത്. കാരണം ഇവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ലവൻ തന്നെയാണ്. അവൻ വന്നത് വേറെ ഒന്നല്ല, നമ്മുടെ ബായിക്കാണെങ്കിൽ ക്ലൈമറ്റ് സൂട്ടാവില്ല. ഓൾറെഡി തന്നെ അവൻ ഇഞ്ചോർഡ് ആയിട്ടുണ്ട്. ഇവൻ ഓരോ നിമിഷം നിൽക്കുന്നതോറും ഇവനെ മരിക്കും. അവന് കൾട്ടിവേഷൻ ആവശ്യമാണ്. അത് ചെയ്താൽ മാത്രമാണ് അവന് ആ ലൈഫിലേക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇവൻ വന്നേക്കണത്. അങ്ങനെ ഇവൻ എല്ലാ കാര്യങ്ങളും കൺവിൻസ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ലിന്നാണെങ്കിൽ ഭാര്യ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഇവൻ പറഞ്ഞ സത്യമാണ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവൻ പറയേണ്ട അതിന്ന് പറയുന്നുണ്ട്. കാരണം നമ്മുടെ ബായിക്ക് ഇത് അറിയാം, പക്ഷെ ബായിക്ക് ഇവനെ വിട്ടുപോകാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഇവൻ പോവാത്തത് കേട്ടോ. എന്നിട്ട് അവനോട് ഇന്ന് കരയുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് എത്രയും വേഗം നീ ഇവനെ എൻ്റെ കൂടെ പറഞ്ഞേക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജിന്നെ സംസാരിച്ചിട്ട് അവിടുന്ന് പോകേണ്ടി. ഈ സമയത്ത് ബായി പറയണേ ഞാൻ പോവില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ജിന്നാണെങ്കിൽ നമ്മുടെ ഭാര്യ അടുത്ത് പറയുന്നുണ്ട് നീ എന്തായാലും പോകുമെന്ന് പറയുന്നുണ്ട്. കാരണം എനിക്ക് നിൻ്റെ ലൈഫാണ്, അതായത് എനിക്ക് നിൻ്റെ ജീവനാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് ഇവനോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. നീ പോയി തിരിച്ചു പോകാമെന്ന് പറയുന്നത് ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ബായിക്ക് നല്ല കരച്ചിൽ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ബായും ലിന്നും അവർ രണ്ടുപേരും കരയണം. രണ്ടുപേർക്കും പിരിയാൻ താല്പര്യമില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബായിനാണെങ്കിൽ നമ്മുടെ ലിന്നാണെങ്കിൽ അവനെ തിരിച്ച് അയക്കാണ് കേട്ടോ, അതായത് അവൻ്റെ പ്ലേസിലേക്ക്. എന്നിട്ട് പറയാണ് നീ വിഷമിക്കൊന്നും വേണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും, നീ നല്ല രീതിയിൽ കൾട്ടിവേഷനൊക്കെ പൂർത്തിയായിട്ട് വരാൻ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ബായി മോക്കെ എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് പോയിട്ടുണ്ട്. ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ലിന്നുണ്ടല്ലോ അവനാണെങ്കിൽ ഒരു എക്സിബിഷൻ ഹോളിൽ നമ്മുടെ ബായിയുടെ ഫോക്സ് രൂപത്തിലുള്ള പെയിൻറ്റിങ്സ് ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കാണുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ വന്നിട്ട് പറയുന്നത് ഇതൊക്കെ നല്ല ഭംഗിയുണ്ട്, ഇത് ശരിക്കും റിയൽ ഫോക്സ് ആണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഇത് റിയൽ ഫോക്സ് ആണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കണം. അങ്ങനെ അവൻ വീട്ടിൽ വരുന്ന ടൈമിൽ കറക്റ്റ് നമ്മുടെ ബായി വന്നിട്ട് ലിന്നിന്ന് വിളിക്കേണ്ടത് നോക്കുന്ന സമയത്താണ് നമ്മുടെ ബായി കേട്ടോ. അങ്ങനെ നമ്മുടെ ബായിയുടെ കൾട്ടിവേഷൻ പൂർത്തിയാക്കി വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ലിന്നിൻ്റെ അടുത്ത് പറയാണ് ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ പിടിച്ച് ഹദ്ദിച്ചേണ്ടി. ഈ സമയത്ത് നമ്മുടെ ലിന്നിനും ഭയങ്കര ഹാപ്പിയൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിൽ ബീച്ചിൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ബായി പറയാണ് എൻ്റെ ലൈഫിൽ ഞാൻ നിന്നെ കണ്ടുമുട്ടിയതാണ് ഏറ്റവും വലിയ മൂമെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ്റെ അടുത്ത് സംസാരിക്കാനുണ്ട്. ഇപ്പം ഞാൻ ഫുൾ കൾട്ടിവേഷൻ പൂർത്തിയാക്കി ഞാൻ നീ ഒരിക്കലും നിന്നെ വിട്ടു പോകില്ല എന്നൊക്കെ പറയുന്നത്. ഇത് കേൾക്കുന്ന സമയത്ത് നമ്മൾ ലിന്നു ഹാപ്പി ആകുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ഹാപ്പി ആയിട്ട് നിൽക്കണോടത്ത് നമ്മുടെ ഈ BL ഡ്രാമ എൻഡ് ആവണം കേട്ടോ. ഇതൊരു ഷോർട്ട് BL ഡ്രാമയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.